الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله സ്നേഹാദരനീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ നമ്മെക്കുറിച്ച് അള്ളാഹു അവൻ്റെ ഖുർആനിൽ ഖൈറു ഉമ്മത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തമ സമുദായം, ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമ സമുദായമാണ് വിശ്വാസികളായ നിങ്ങളെല്ലാം. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. എന്താണ് നിങ്ങളുടെ ഗുണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുകയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും തിന്മ വിരോധിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഈ ഭൂമിയിലെ ഉത്തമ സമുദായമാകുന്നു വിശ്വാസികളായ നിങ്ങൾ എന്ന് അള്ളാഹു എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അവന്റെ ഖുർആനിൽ പറയുന്നു. അപ്പൊ ഈ ഔന്നിത്യം, ഉത്തമത്വം നിലനിർത്താൻ ആവശ്യമായ നമ്മൾ വളർത്തിയെടുക്കേണ്ടുന്ന കുറെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ആ ഔന്നിത്യം നമുക്ക് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന കുറെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ചും ഖുർആൻ അത് വർജിക്കണമെന്ന് നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ വളർത്തിയെടുക്കണമെന്ന് പറയുന്ന സ്വഭാവ ഗുണങ്ങളും വർജിക്കണമെന്ന് പറയുന്ന സ്വഭാവ ദൂഷ്യങ്ങളും വിശദീകരിക്കാനാണ് ഏതാനും ആഴ്ചകളിൽ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളുമാണ് വിശദീകരിച്ചത്. വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ആർക്കും മാനസികമായി ഒരു പ്രയാസമോ തോന്നലോ ചിന്തയോ തെറ്റിദ്ധാരണയോ ഉണ്ടാവുകയില്ല. കാരണം വിശ്വാസ കാര്യങ്ങൾ, നിങ്ങൾ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നേരെ മറിച്ച് വളർത്തിയെടുക്കേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളും വർദ്ധിക്കേണ്ടുന്ന ദുർഗുണങ്ങളൊക്കെ പറയുമ്പോൾ അത് സാമൂഹ്യ വിഷയമാണ്. നമ്മളുമായി നേർക്ക് നേരെ നമ്മുടെ സ്വഭാവങ്ങളും സമീപനങ്ങളുമായി ഇടപഴകുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ അബദ്ധങ്ങളും വീഴ്ചകളും സംഭവിച്ചു പോകുന്ന ആളുകൾക്ക് ആ പറയുന്നത് എന്നെ കുറിച്ചാണോ എന്ന് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ നിഫാത്ത് ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഖുർആൻ പറഞ്ഞത് യഹ്സബൂന
കേൾക്കുന്ന ഒച്ചപ്പാടുകളൊക്കെ എനിക്കെതിരാണോ എന്ന് തോന്നുന്ന സ്വഭാവം ഉണ്ടാകുമെന്നാണ് ജീവിതത്തിൽ നിഫാഖ് ഉണ്ടാകുമ്പോൾ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ, വർജിക്കേണ്ടുന്ന സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ അതിന് മുമ്പിനെ പറഞ്ഞത് എന്നെ കുറിച്ചാണോ എന്ന് തോന്നാനുള്ളൊരു സാധ്യത ഉണ്ട്. അങ്ങനെ സാധ്യത എന്ന് പറഞ്ഞാൽ ആ മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരിക്കൽ ഒരു ഖുതുബയിൽ ഈ ക്ഷമയില്ലായ്മ കൊണ്ട് കുടുംബ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഖുതുബ പറഞ്ഞു. അന്ന് വൈകുന്നേരം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഒരാളിന്റെ അടുത്ത് വന്നിട്ട്, മൗലവി ഇന്ന് ഞങ്ങളായിരുന്നില്ലേ വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളേതാ? അപ്പൊ എന്താ ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ നിൽക്കരുത്. അപ്പൊ എന്താ, ഈ സ്വാഭാവികമായിട്ടും ചില വിഷയങ്ങൾ അത് ഞങ്ങൾക്കെതിരാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മഹലിലുള്ള ആരെയും വ്യക്തിപരമായോ അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ചോ അറിയില്ല. പിന്നെ ഖുതുബയുടെ വിഷയം, ഞാൻ തന്നെ എന്റെ നാട്ടിൽ ഖുതുബ പറയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. നമുക്ക് എല്ലാവരെയും പരിചയം ഉണ്ടാവും. എന്തെങ്കിലും പറയും പറയാതെ അവനെ കുറിച്ചാണ് അല്ലെങ്കിൽ മറ്റവനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് സ്വന്തം നാട്ടിൽ ഖുതുബ പറയാറില്ല പൊതുവെ. ആ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഖുതുബ പറയേണ്ടത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. ഇവിടെ ആകുമ്പോ നിങ്ങളെ കൂടുതൽ വ്യക്തിപരമായി അടുത്ത് പരിചയമില്ല, കുടുംബക്കാരെയും നിങ്ങളെ കുടുംബജീവിതം ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല. വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ കുറെ മുഖങ്ങൾ കാണുന്നു, പരിചയപ്പെടുന്നു എന്നതിൽ കവിഞ്ഞോ ആരുടെയും ജീവിത രീതി ഒന്നും അറിയില്ല. പിന്നെ ഖുതുബയുടെ വിഷയങ്ങളിൽ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആരും ഇടപെടാറുമില്ല. ഇന്ന വിഷയം പറയണം ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. നേരെ അപ്പൊ ഈ ഖുർആൻ വെളിച്ചം പദ്ധതി, അതിനെക്കുറിച്ച് ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കലക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ ചില മഹലിൽ പോയാൽ മറ്റവന് പാര വെക്കാൻ വേണ്ടി ഇപ്പുറത്ത് പോകാൻ പറയുന്ന പലിശയെക്കുറിച്ച് പറയണട്ടോ മൗലവി എന്ന് പറയും. അങ്ങനെ പലതും പറയും. അങ്ങനെ ഇവിടുന്ന് ഈ മഹലിൽ ഒരാളും ഇടപെട്ടിട്ടില്ല. ഇന്നേ വരെ ഖുതുബയുടെ വിഷയത്തിൽ ഒരാളും ഇടപെട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പറയുന്ന വിഷയങ്ങൾ അത് പോസിറ്റീവായിട്ട് എടുക്കുകയും അതിൽ നമുക്ക് കഴിവിന്റെ പരമാവധി, നമ്മുടെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നതല്ലാതെ അത് അയാൾ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലക്കാണ്. അതുപോലെ തന്നെ അബദ്ധങ്ങൾ എന്നെ കുറിച്ചാണ് ചോദിച്ചാൽ അബദ്ധത്തിൽ പെടാനും പാടില്ല. അതുപോലെ പിന്നെ ഖുതുബ കഴിയുമ്പോൾ മുഖം കറുപ്പിച്ച് പോകാനും പാടില്ല. അപ്പൊ ഒരാളെ കുറിച്ച് വ്യക്തിപരമായിട്ട് അറിയുന്നല്ല, നമ്മൾ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി കൊണ്ടുവരുന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കും. ഞാനും പൂർണ്ണമായി എല്ലാം തികഞ്ഞവനല്ല, നിങ്ങളും പൂർണ്ണമായി എല്ലാം തികഞ്ഞവരല്ല. പക്ഷെ നമ്മൾ പൂർണ്ണതയിലും പക്വതയിലും കഴിവിന്റെ പരമാവധി നന്മയിൽ മുന്നേറുന്നവരാവണം, പൂർണ്ണ സൽഗുണങ്ങളുള്ളവരാവണം, ദുർഗുണങ്ങൾ വർദ്ധിക്കുന്നവരാവണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് ഞാനും നിങ്ങളും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക, വാക്കുകളും പ്രവൃത്തികളും അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് വിഷയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇഖ്ലാസാണ്. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരെ കുറിച്ചൊക്കെ അവർ മുഖ്ലിസീങ്ങളായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് അൽ-ബഖറയിൽ ധാരാളം പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, യാക്കൂബ് നബി, ഇങ്ങനെ കുറെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് ആ പ്രവാചകന്മാരെ വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ ഇഖ്ലാസ് ഉള്ളവരായിരുന്നു, ഇഖ്ലാസ് വെച്ച് പുലർത്തുന്നവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ, അദ്ദേഹം മുഖ്ലിസായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൂതനായിരുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കന്മാരായ ദാസന്മാരിൽപ്പെട്ടവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ ഇഖ്ലാസ് ഉള്ളവരായിരുന്നു എന്ന് പറയും. അപ്പൊ എന്താണ് ഇഖ്ലാസ് എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ അതിനെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അയ്യകൂന സുകൂനൽ അബ്ദി വഹറകാതിഹി ലില്ലാഹ്, ഒരു മനുഷ്യന്റെ ചലനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുക എന്നതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അൽ ഇഖ്ലാസു ഇസ്തിവാഉ അഅമാലിൽ അബ്ദി ഫിൽ ളാഹിരി വൽ ബാത്തിൻ, ഒരു അടിമയുടെ ഉള്ളും പുറവും ഒരുപോലെ ശുദ്ധമാവുക എന്നതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. പുറത്തേക്ക് മാന്യനായി ചമയുകയും ഉള്ളിൽ കാപട്യങ്ങൾ വെച്ച് പുലർത്തുകയും ജീവിതത്തിൽ കാപട്യം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന രീതിയാണ് പൊതുവെ നിഫാഖ് എന്ന് പറയുന്നത്. അതിന്റെ വിപരീതമാണ് ഇഖ്ലാസ്. അപ്പൊ ഉള്ളും പുറവും ഒരുപോലെയാകുക എന്നതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞ് എന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ ലോകത്തെ അറിയപ്പെട്ട തഖ്വയിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്
ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹം പറയുന്നത് അൽ ഇഖ്ലാസു സിദ്ഖുൻ നിയ്യ മഅല്ലാഹ്, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ല നിയ്യത്തോടു കൂടി ചെയ്യുക എന്നതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു ഖുർആനിൽ അതാണ് നമ്മോട് പറഞ്ഞില്ലേ, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നിഷ്കളങ്കരായി ഇബാദത്ത് എടുക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിത്തീരുക, ശുദ്ധ മനസ്സുള്ളവരായി തീരുക, കർമ്മങ്ങളൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചാവുക, ജീവിതത്തിന്റെ ഉള്ളും പുറവും ഒരുപോലെയാവുക. ഇതാണ് ഇഖ്ലാസ്. ഇതില്ലെങ്കിൽ വിജയിയാവുകയില്ല. അള്ളാഹു പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് പിശാച് പറഞ്ഞു, പടച്ചവനെ, ഈ മനുഷ്യൻ എന്ന സൃഷ്ടി വിഭാഗത്തെ സൃഷ്ടിച്ച് അവന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, അത് ചെയ്യാത്തതിന്റെ പേരിലാണ് ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യൻ കാരണമാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ മുഴുവൻ ആളുകളെയും ഞാൻ വഴിതെറ്റിക്കും. അവര് സഞ്ചരിക്കുന്നിടത്ത് അവരുടെ മുൻഭാഗത്ത്, പിൻഭാഗത്ത്, ഇടത് ഭാഗത്ത്, വലത് ഭാഗത്ത് എല്ലാം ഞാൻ ഇരിക്കുകയും അവരെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ഞാൻ വഴിതെറ്റിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് പിശാച് പരാജയം സമ്മതിച്ച ഒരു വിഭാഗമാണ് ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായി നിന്റെ അടിമകളായി ജീവിക്കാൻ തീരുമാനിച്ച ദാസന്മാരെ ഒഴികെ. നിഷ്കളങ്കരായി നിന്റെ അടിമകളായി ജീവിക്കാൻ തീരുമാനിച്ച ദാസന്മാരെ ഒഴികെ ബാക്കിയൊക്കെ ഞാൻ വഴിവേൽപ്പിക്കുന്ന. അപ്പൊ അള്ളാഹുവിന് മുമ്പിൽ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയോടുകൂടി നിർവഹിച്ച് അള്ളാഹുവിന്റെ ദാസനായി ജീവിക്കണം എന്ന് തീരുമാനിച്ച ഒരു അടിമയെ ആ നിലക്കുള്ള അടിമകളെ മാത്രം പിഴപ്പിക്കാൻ സാധ്യല്ല. അവിടെ അള്ളാഹു പിന്നെ പിശാച് പറയുന്നത് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീന, ഇല്ലാ ഇബാദക മിൻഹുൽ ആലിമീൻ എന്ന് പറഞ്ഞില്ല, പണ്ഡിതന്മാരെ പിഴപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞില്ല. ഇല്ലാ ഇബാദക മിൻഹുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞില്ല, ജിഹാദ് ചെയ്യുന്നവരെ പിഴപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞില്ല. ഇല്ലാ ഇബാദക മിൻഹുൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ദാസന്മാരെ പിഴപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞില്ല. മുത്തസദ്ദിഖീൻ, സദഖ ചെയ്യുന്ന ദാസന്മാരെ പിഴപ്പിക്കാൻ സാധ്യമല്ല എന്നല്ല പറഞ്ഞത്. അവരൊക്കെ പിഴപ്പിക്കാൻ സാധിക്കും, അവരൊക്കെ പിഴപ്പിക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാരെ പിഴപ്പിക്കാൻ സാധിക്കും, നമസ്കാരക്കാരെ പിഴപ്പിക്കാൻ സാധിക്കും, ജിഹാദ് ചെയ്യുന്നവരെ പിഴപ്പിക്കാൻ സാധിക്കും, ധർമ്മം ചെയ്യുന്നവരെ, നന്മ ചെയ്യുന്നവരെയും പിഴപ്പിക്കാൻ സാധിക്കും. മുഖ്ലിസീങ്ങളെ മാത്രം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. 3 വിഭാഗം ആളുകളില് ഒരു വിഭാഗം നാളെ അള്ളാന്റെ മുമ്പിൽ പറയാം, പടച്ചോനോട് പറയാം, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു, ഞാൻ വിജ്ഞാനം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു പടച്ചവനെ. വഖറഅതു ഫീകൽ ഖുർആൻ, ഞാൻ നന്നായി ഖുർആൻ പഠിച്ചു, അത് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പാരായണം ചെയ്തു. അവർക്ക് നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ അള്ള പറയും, ഖദബിത്ത, കളവാണ് നീ പറഞ്ഞത്, കളവാണ്. നീ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദീന് പഠിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും നന്നായി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു. അള്ളാഹുവെ, നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് നീ പറഞ്ഞത്, കളവാണ്. നീ വലാകിന്നക തഅല്ലംത ലിയുഖാല ആലിമുൻ വഖറഅതൽ ഖുർആന ലിയുഖാല ഹുവ ഖാരിഉൻ, ജനങ്ങൾ അയാൾ ഒരു വലിയ പണ്ഡിതനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ പഠിച്ചതും പഠിപ്പിച്ചതും. നീ ഖുർആൻ പാരായണം ചെയ്തതും ഇമാമായി നിസ്കരിച്ചതും ജനങ്ങളെ ഖുർആൻ കേൾപ്പിച്ചതും ഒക്കെ നീ നല്ലൊരു കാര്യമാണെന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞു ജനങ്ങൾ. നീ പണ്ഡിതനാണെന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, നീ നല്ലൊരു കാര്യമാണെന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സുഹിബ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമെന്നാണ്. ദുനിയാവില് അവനവന്റെ പേരിനും പെരുമക്കും സ്ഥാനത്തിനും പദവിക്കും സമ്പത്തിനും വേണ്ടി അധ്വാനിക്കുന്ന കുറെ ആളുകള്, പണ്ഡിതന്മാരുണ്ട്, ഉണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാം. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ അവർ ജിഹാദ് ചെയ്തിട്ടുണ്ട്, ധീരധീരം പോരാടി മുന്നേറിയിട്ടുണ്ട്. അള്ളാന്റെ അടുക്കൽ വന്നിട്ട് ഖാതൽതു ഫീക ഹത്താ ഇസ്തശഹത്തു, ഷഹീദാകുന്നത് വരെ ഞാൻ അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ പോരാടിയിട്ടുണ്ട്. അള്ളാഹ് പറയും, കദബത, പറഞ്ഞത് കളവാണ്. വലാകിന്നക ഖാതൽതു ലിഅന്നക യുഖാല ഹുവ ജരീഉൻ, അയാൾ വലിയൊരു ധീരശൂരനാണെന്ന് പറയാൻ
ഇപ്പൊ നീ പോരാടിയത്? അത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടേക്ക് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ആള് ഒരു ധനികനാണ്. അയാള് പറയും, ഞാൻ പടച്ചവനെ എവിടെയൊക്കെ ചെലവഴിക്കൽ ആവശ്യമായിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രതിഫലം നൽകണം, അതിന് ഞാൻ അർഹനാണെന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും, കഴുത നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഫഅൽത, നീ അത് ചെയ്തത് ലിയുഖാല ഹുവ ജവാദുൻ, വലിയൊരു ധർമ്മിഷ്ഠനാണ്, ഔദാര്യവാനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ അത് ചെയ്തത്. അത് ജനങ്ങൾ പറഞ്ഞു. ഫസുഹിബ അലാ വുജൂഹിഹിം സുമ്മ ഉൽഖിയ ഫിന്നാർ, അവരുടെ മുഖം കുത്തിക്കൊണ്ട് വലിച്ചേക്കപ്പെടും നരകത്തിലേക്ക് എന്ന് ഈ പണ്ഡിതനെ കുറിച്ച് പറഞ്ഞപ്പോ, അതുപോലെ തന്നെ മുജാഹിദ്, ഏറ്റവും വലിയ പദവിയുള്ള ആളാണുള്ള ജിഹാദ് ചെയ്യുന്നവർ, അവരെ കുറിച്ച് പറഞ്ഞു. ധനികനായ ധർമ്മിഷ്ഠനായ ആളെ കുറിച്ച് പറഞ്ഞു. ഇവരൊക്കെയും അവരുടെ മനസ്സ് നിഷ്കളങ്കമല്ല, കർമ്മം നിഷ്കളങ്കമല്ല. ഇഖ്ലാസ് എന്ന പദത്തിനർത്ഥം നിഷ്കളങ്കമാക്കുക, കലർപ്പില്ലാത്തതാക്കുക, ശുദ്ധമാക്കുക എന്നാണ്. നമ്മുടെ കർമ്മത്തില് അതിലൊരു കലർപ്പ് വരാൻ പാടില്ല. മറ്റൊരാള് കാണണം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ പ്രീതി, അള്ളാന്റെ പ്രീതി പോയി മറ്റൊരാളുടെ പ്രീതി അതിൽ കലർപ്പായി. മറ്റൊരാൾ കാണണം, മറ്റൊരാൾ ധർമ്മം ചെയ്യുന്നവനാണ്, മറ്റൊരാൾ നല്ലൊരു ദീനീ പ്രവർത്തകനാണെന്ന് പറയണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അവിടെ ഇഖ്ലാസ്, ആ നിഷ്കളങ്കതയും വിശുദ്ധിയും പോയി, കലർപ്പ് വന്നു. ആ കലർപ്പുണ്ടാവാതെ നിലക്കുള്ള കർമ്മങ്ങളാണ് നാളെ പരലോകത്ത് അള്ളാഹ് സ്വീകരിക്കാണ്. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഓരോ രംഗത്തും ഇപ്പോ പോലീസിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി വൃത്തികേടുകൾ ചെയ്യുന്ന സ്ത്രീകൾ പർദ്ദയണിഞ്ഞ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ കച്ചവടത്തിലും മറ്റ് പല ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും ഒക്കെ വിശ്വസ്തതയും അംഗീകാരവും കിട്ടാൻ വേണ്ടി വലിയ താടി നീട്ടുകയും നിസ്കാര തായ്പ് വെക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ പറയുമ്പോൾ നിസ്കാര തായ്പ് ഒന്നും തോന്നരുത്, ഞാൻ പൊതുവെ അങ്ങോട്ട് പറയാന്ന് മാത്രമല്ല, അല്ലാതെ ആരെയും ഉദ്ദേശിച്ചോ അങ്ങനെ ഒന്നും ആരും തെറ്റിദ്ധരിക്കരുത്. നിസ്കാര തായ്പും താടിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ നാളെ പരലോകത്ത് വലിയ താടിയും നിസ്കാര തായ്പും ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഇവനെന്താ ലക്ഷ്യം വെച്ചത്? കച്ചവടത്തിൽ എനിക്ക് വിശ്വസ്തത നേടിയെടുക്കണം. ആളുകളുടെ കലർപ്പ് വന്നു, അവിടെ ഇഖ്ലാസ് വന്നില്ല, നിഷ്കളങ്കമായ മനസ്സുണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അല്ലാഹുവേ ഒരു മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച നിനക്കാകുന്നു സർവസ്തുതിയും, നിന്നിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, നിന്റെ തീരുമാനം കൊണ്ടാണ് ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഒരു മുഅ്മിൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാത്റൂമിൽ പോകുമ്പോ, പുറത്തിറങ്ങുമ്പോ, പള്ളിയിലേക്ക് പോകുമ്പോ ഒക്കെ അവന്റെ നിയ്യത്ത് അള്ളാഹുവിന്റെ പ്രീതി, അവൻ തന്ന ജീവിതം, അവന്റെ അടുക്കലേക്കുള്ള യാത്ര എന്നുള്ള നിലക്ക് കലർപ്പില്ലാതെയാണെങ്കിൽ നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്യാത്ത കർമ്മത്തിന് വരെ അള്ളാഹു പ്രതിഫലം നൽകുന്ന, ചെയ്യാത്ത കർമ്മത്തിന് വരെ പ്രതിഫലം നൽകുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് യുദ്ധയാത്ര നടത്തുക. കുറെ ആളുകൾ ആത്മാർത്ഥമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അപ്പൊ അവർക്ക് രോഗം കാരണം പോകാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി പറയാ, മാസിത്തും മസീറം വല കത്തഴത്തും വാദിയൻ ഇല്ലാക്കാനും ആഴ്ക്കും, നിങ്ങളൊരു താഴ്വരയും താണ്ടി കടന്നിട്ടില്ല, ഒരു പാതയും നിങ്ങൾ മുറിച്ചു കടന്നിട്ടില്ല, ഇല്ലാക്കാനും ആഴ്ക്കും, അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ അവർ മനസ്സിവരോടൊപ്പമാണ്. ഹബസഹുൽ മറന്നു, രോഗമാണത്തവരെ തടഞ്ഞു വെച്ചത്, നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അവർക്കും ലഭിക്കുന്നു. ഈ റമദാനിലൊക്കെ അവസാനത്തെ 10 രോഗം കൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റാതായി പോകുന്ന ആളുകൾ, ഈ സ്കൂളിലൊക്കെ വാർഷിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത കുട്ടികൾക്ക് എങ്ങനെയാണ് മാർക്ക് കൊടുക്കുക? കാക്കൊല്ല പരീക്ഷക്ക് ഹാഫ് ഇയറിലേക്കും ക്വാർട്ടറിലേക്കും എങ്ങനെയാ കുട്ടി പെർഫോമൻസ് നോക്കിയിട്ടാണ്. അപ്പൊ ആത്മാർത്ഥമായി പഠിക്കുന്ന കുട്ടി നല്ല മാർക്ക്, കാക്കൊല്ല പരീക്ഷയ്ക്കോ അരക്കൊല്ല പരീക്ഷയ്ക്കോ നല്ല മാർക്ക് വാങ്ങിയ കുട്ടി അതിനനുസരിച്ച് അവന് പ്രൊമോഷൻ നൽകും. ഈ രൂപത്തിൽ തന്നെ ആരോഗ്യവും ഉള്ള സമയത്ത്, ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായി കർമ്മം ചെയ്തിരുന്ന ആളാണ് പ്രായാധിക്യം കാരണം ചെയ്യാൻ സാധിക്കുന്നില്ല, രോഗം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ആത്മാർത്ഥതയുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, സാധിക്കുന്ന സമയത്ത് ചെയ്ത അതേ പ്രതിഫലം അള്ളാഹു നൽകും എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇതാണ് നമ്മുടെ മനസ്സിലെ നമ്മുടെ ഓരോ ചലനങ്ങളും കർമ്മങ്ങളും അള്ളാഹുവിന്റെ ആത്മാർത്ഥമായ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാവുക, ഇഖ്ലാസ് ഉള്ളവരായി ജീവിക്കുക. എല്ലാ കർമ്മങ്ങളിലും ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടാണ് ഒരു പരിധി വരെ ഇന്നത്തെ സമൂഹം നമ്മുടെ എല്ലാ നന്മകളും നഷ്ടപ്പെടാനുള്ള കാരണം, എല്ലാ ഭിന്നതക്കും കാരണം ഒക്കെയും ആത്മാർത്ഥത നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ആത്മാർത്ഥതയുള്ളതാക്കി തീർക്കുക. ആ നിലക്ക് ജീവിച്ച് ഇഖ്ലാസോടുകൂടി മരിക്കാൻ സർവശക്തനായ നാഥൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒന്നാം ഖുത്ബയിൽ ആത്മാർത്ഥതയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. റുബ്ബ അമലിൻ ശഗീരിൻ യുകബ്ബിറുഹു അൻ നിയ്യത്തും. എത്ര നിസ്സാരമായ കർമ്മങ്ങളാണ് ആ മനസ്സിലെ ആത്മാർത്ഥമായ നിയ്യത്ത് കൊണ്ട് അത് വലിയ കർമ്മങ്ങളായി മാറുന്നു. റുബ്ബ അമലിൻ കബീരിൻ, എത്ര വലിയ കർമ്മങ്ങളാണ് യുഖല്ലിലുഹു അൻ നിയ്യത്തു, മനസ്സിലെ നിയ്യത്ത് കൊണ്ട് വലിയ കർമ്മങ്ങളെ വളരെ ചെറുതായി മാറും. നമ്മൾ നേരത്തെ ഒന്നാം ഖുത്ബയിൽ സൂചിപ്പിച്ചല്ലോ, ജിഹാദ്, സ്വന്തം ശരീരവും സമ്മതം എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ പോരാടുന്നതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. അതുവരെ ഒരു പ്രയോജനവും ഇല്ലാതായി തീരുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ കബീരിൻ, എത്ര വലിയ കർമ്മങ്ങളാണ് യുഖല്ലിലുഹു അൻ നിയ്യത്തു, മനസ്സിലെ നിയ്യത്ത് അത് ചെറുതാക്കി കളയുന്നു, ഇല്ലാതാക്കി കളയുന്നു. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ഈ നാളെ നമ്മൾ സെലഫി സെന്ററിൽ വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സ്ത്രീകൾക്ക് MGMന്റെ ഒരു സംഗമം നടക്കുന്നുണ്ട്. അപ്പൊ പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ ഖൽബു യസ്തഉ കമാ തസ്തഉൽ ഹദീദു, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ കൽബിന് തുരുമ്പ് പിടിക്കും. അപ്പൊ നമ്മളോട് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഉത്ബോധനം നൽകാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ വഹീ പ്രകാരം പഠിപ്പിച്ചത്, നമ്മൾ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു അല്ല ഈമാൻ യസീദു വ യൻഖുസുന, ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും കുറയുകയും ചെയ്യും. അപ്പൊ ഇത്തരം ദീനിന്റെ കാര്യങ്ങൾ, ഖുർആൻ പഠനങ്ങള്, പ്രവാചകന്മാരുടെയും മുൻഗാമികളുടെയും ചരിത്രം കേൾക്കുക, പഠിക്കുക, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ഇതിലൊക്കെ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ ഈമാൻ കുറയും. അൽ ഈമാൻ യസീദു വ യൻഖുസുന. അപ്പൊ ഈ കുറെ കാലം കൊറോണ ഒക്കെ ആയിട്ട് മാസങ്ങളോളം പള്ളിയിൽ ഉത്ബോധനമില്ലാതെ വന്നപ്പം പലരും ദീനിന്റെയും ഇബാദത്തിന്റെയും കാര്യത്തിലൊക്കെ പിറകോട്ടടിക്കുകയും അതുപോലെ തന്നെ ഇബാദത്തുകളൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ വീണ്ടും അതിങ്ങനെ ഒന്ന് മെച്ചപ്പെട്ട ഒരു റൂട്ടിൽ കയറി വരുന്നതാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഇപ്പോഴും തുറക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പം അവർക്ക് ഉള്ള ഒരു ഉത്ബോധനം എന്നുള്ള നിലക്കാണ് ഈ MGMന്റെ മണ്ഡലം തലത്തിലുള്ള സംഗമം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇവിടെ നടത്തുന്നത്. അപ്പൊ നമുക്കൊക്കെ ഉത്ബോധനം കിട്ടുകയും നമ്മളൊക്കെ ഈമാൻ കൊള്ളുകയും ചെയ്യുന്നത് പോലെ ഉത്ബോധനം കിട്ടാനും മനസ്സിൽ ഈമാൻ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ഈമാനികമായ ആവേശം ഉൾക്കൊള്ളാനൊക്കെ അവസരം നമ്മുടെ ഭാര്യമാർക്കും ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന ആളുകളൊക്കെ അവരെ പറഞ്ഞേക്കണം. അതുപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എല്ലാ ശനിയാഴ്ചയും രാവിലെ 20 മിനിറ്റ് ഖുർആൻ പഠനമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം ഇടപഴകുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അല്ലാത്ത സമയത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായി വിട്ടു നിൽക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ പിന്നെ ഈ റസൂലുള്ള പറഞ്ഞ പോലെ ഇരുമ്പ് തുരുമ്പ് പിടിച്ചതുപോലെ നമ്മളെ എല്ലാ രംഗങ്ങളിലും പിന്നോക്കമായി പോവുകയും ചെയ്യും. ആ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ കഴിവിന്റെ പരമാവധി ദീനി ചർച്ചകളിലും ദീനി പഠനങ്ങളിലും ഒക്കെ നമ്മൾ ഇടപഴകുകയും നമ്മുടെ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. മഹാനായ ഹംദല എന്ന് പറയുന്ന ഒരു സഹാബി ഒരിക്കൽ നാഫഖ ഹംദല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരിക, അങ്ങാടി റോഡിലേക്ക് ഇറങ്ങുക. ഹംദല മുനാഫിഖായി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂൽ തിരുമേനിയുടെ സദസ്സിൽ ഖുർആനും ദീനിന്റെ ഉത്ബോധനമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഈമാൻ ഇങ്ങനെ വർധനമുണ്ടാകുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ ഇടപഴകുകയും ദീനിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്യാതാവുമ്പോൾ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്നാ പിന്നെ ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അവർ രണ്ടുപേരും ഞങ്ങൾ മുനാഫിഖായി എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അടുക്കൽ പോയപ്പോഴാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഈമാനു യസീദു വ യൻഖുസു, ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും കുറയുകയും ചെയ്യും. അപ്പൊ ഇത്തരം സദസ്സുകൾ, വെള്ളിയാഴ്ചത്തെ ജുമാ ഖുത്ബ, മറ്റ് മതപഠന ക്ലാസ്സുകളിൽ ഒക്കെ പങ്കെടുക്കുകയും ദീനി ചർച്ചകളിൽ നമ്മൾ മുആദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ വന്നിരുന്നാല് കൂടുള്ള ആളുകളോട് പറയും, ഇജ്ലിസു ബിനാ നുക്മിൻ സാഅ, ഇരിക്കി കുറച്ച് നമുക്ക് ദീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈമാൻ കൊണ്ടുവന്ന് പറയും. അപ്പൊ കുറഞ്ഞ ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈമാൻ സജീവമായി നിലനിർത്താൻ നമുക്ക് സാധിക്കുക. അങ്ങനെ ഈമാൻ നിലനിർത്തിക്കൊണ്ട് ഈമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബെ, അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാനോടും തൗബയോടും കൂടി നീ ഞങ്ങളെ മരിപ്പിക്കണം റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകണം റബ്ബെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും മരണപ്പെടുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കുകയും ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്കേവർക്കും നീ ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം നൽകുന്ന റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കുന്ന റഹ്മാനെ. രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന തമ്പുരാനെ. പടച്ചവനെ, വിശ്വാസികൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിച്ചു നൽകുന്ന തമ്പുരാനെ. പടച്ചവനെ, വിശ്വാസികളെ നശിപ്പിക്കാനും വിശ്വാസികൾക്കിടയിൽ കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. നാഥ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ പരാജയപ്പെടുത്തുകയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യുന്ന റഹ്മാനെ. പടച്ചവനെ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.